നമുക്കിപ്പോൾ നീതി കിട്ടണമെങ്കിൽ ശക്തമായ അന്വേഷണം തന്നെ ഉണ്ടാകണം. ഒരു വക അന്വേഷണ ഏജൻസി നമ്മൾ കാണുന്നത് തത്സമയ സംപ്രേഷണമാണ്. KPCC അധ്യക്ഷൻ കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അന്വേഷണത്തിന് വരുന്ന ഉദ്യോഗസ്ഥൻ താഴെയും മേഖലയും നോക്കുമ്പോൾ ഒരു ഭാഗത്ത് ഇടതുപക്ഷമാണ്, മറുഭാഗത്ത് ഭരണകൂടമാണ്, BJP ആണ്. എന്തൊരു തീരുമാനമെടുക്കുമെന്ന് ആശങ്കയും സംശയവും അവരുടെ മനസ്സിലുണ്ടാവുക സ്വാഭാവികമാണ്. 2019 ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിൽ മാസപ്പടിയെക്കുറിച്ചും 135 കോടിയുടെ കൈമാറ്റത്തെക്കുറിച്ചും വ്യക്തമായ തെളിവ് കിട്ടിയതാണ്. ഇതിൽ 95 കോടിയും PBക്ക് കൈമാറിയെന്നാണ് പിണറായി വിജയൻ പാർട്ടി പറഞ്ഞതും പുറത്തു പറഞ്ഞത്. PB പൊളിറ്റ്ബ്യൂറോയിൽ ആ PB പിണറായി വിജയനല്ലാതെ മറ്റാരുമല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരു PBക്കും അവിടെ പണം കിട്ടിയതായി PBയിലെ മറ്റൊരാളും അത് എൻഡോസ് ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് തന്നെ വിജയനല്ലാതെ മറ്റാരുമല്ലെന്ന് കുഴൽനാടിന്റെ വെളിപ്പെടുത്തൽ വളരെ വ്യക്തമാണ്. PB എന്ന് പറഞ്ഞാൽ അത് പിണറായി വിജയനാണ്. പിണറായി വിജയനാണ് ആ പണം കൊണ്ടുപോയത്. PBക്ക് ആ പണം കിട്ടിയെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ അന്വേഷണം നടത്തേണ്ടതിന്റെ ആവശ്യകത കൂടുകയാണ് എന്ന് ഞാനിവിടെ ഓർമ്മിപ്പിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് അടുത്തതോടെ സയാമീസ് ഇരട്ടകളെ പോലെ സംസാരിക്കുന്ന രണ്ട് നേതാക്കളെ കേരളം കണ്ട് അത്ഭുതം കൂറുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും BJP പ്രസിഡന്റ് കെ സുരേന്ദ്രനുമാണ്. എന്തൊരു ഐക്യമാണ് അവർ! എല്ലാ കാര്യത്തിലും അവരിപ്പോ ഐക്യപ്പെട്ടു പോകുകയാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അത് BJPക്ക് ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് പിണറായി വിജയൻ പറയുന്നത്. കേരളത്തിൽ LDFനെ എതിർക്കാനാണ് LDFനെ എതിർക്കാൻ BJP മാത്രമേ ഉണ്ടാകുകയുള്ളൂവെന്ന് സുരേന്ദ്രനും പറയുന്നു. കോൺഗ്രസിനെ നശിപ്പിക്കണമെന്നും തകർക്കണമെന്നുമാണ് ഇരുകൂട്ടരും ആഗ്രഹിക്കുന്നത്. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതൽ പ്രവർത്തിച്ചു വരുന്ന ഈ കൂട്ടുകെട്ട് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ കൂടുതൽ സുദൃഢമായിട്ടുണ്ട്. തൃശൂരിലാണ് ഈ കൂട്ടുകെട്ട് ഏറ്റവും കാര്യക്ഷമമായി ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് എന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അതുകൊണ്ട് കോൺഗ്രസിനെ ക്ഷയിപ്പിക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന CPM BJPയുടെ അഞ്ചാം പത്തിയാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനകത്തുള്ള അന്വേഷണം സുതാര്യമായി നടത്തണം. അന്വേഷണം നടത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായി KPCC അന്വേഷണത്തിന് വേണ്ടി കോടതിയെ സമീപിക്കുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല. ബഹുമാനായ KPCC സൂചിപ്പിച്ചതുപോലെ BJPയും CPMും തമ്മിൽ കോൺഗ്രസ് വിരുദ്ധത എന്ന ആശയം മുമ്പിൽ ഉയർത്തിക്കൊണ്ട് സന്ധി ചെയ്യുകയാണ്. കേന്ദ്ര ഏജൻസികൾ എടുത്ത കേസുകൾ, ആ കേസുകളിൽ ഉണ്ടാകുന്ന ഒത്തുതീർപ്പുകൾ, സംസ്ഥാന സർക്കാർ എടുത്ത കേസുകൾ, അതിലുണ്ടാകുന്ന ഒത്തുതീർപ്പുകൾ, ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിലൂടെയാണ് BJPയും CPMും നമ്മുടെ സംസ്ഥാനത്ത് വലിയ അന്തർധാരയിലേക്ക് പോകുന്നു. അതേ അവസരത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കി മാറ്റുകയാണ്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ എല്ലാ ജില്ലകളിലും വയനാട് ഒഴിച്ച്, അത് ഹർത്താലായിരുന്നു ഞങ്ങളുടെ ദേശീയ ദിവസം, ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും തിരുവനന്തപുരം ഒഴിച്ചുള്ള 12 ജില്ലകളിൽ ജനകീയ ചർച്ചാ സദസ്സ് നടത്തി. കേരളത്തിൽ ഇരു സർക്കാരുകളുടെയും ഭരണം കൊണ്ട് ഇരകളായി മാറിയ സാധാരണക്കാരുടെ സങ്കടങ്ങളും അവരുടെ വിഷമങ്ങളുമാണ് ഈ പരിപാടിയിൽ. സമരാഗ്നിയുടെ വേദിയിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുകയാണ്. നേരത്തെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ സംസാരിക്കുകയായിരുന്നു. BJPയും CPMും തമ്മിൽ നടക്കുന്ന ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ് കേരളത്തിൽ കണ്ടുവരുന്നത് എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ് നേതാക്കൾ.